പഹൽഗാം ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ച 15 പേരെ തിരിച്ചറിഞ്ഞു അന്വേഷണ ഏജൻസികൾ. ഇതിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. 2 ഭീകരരുടെ കൂടി വീടുകൾ സുരക്ഷാസേന തകർത്തു. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പ്രാദേശിക സഹായമില്ലാതെ കൃത്യമായ ആസൂത്രണത്തോടെ പഹൽഗാമിൽ ആക്രമണം നടത്താനാകില്ലെന്നായിരുന്നു അന്വേഷണ ഏജൻസികളുടെ ആദ്യം മുതലുള്ള നിഗമനം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രാദേശിക സഹായം ലഭിച്ചുവെന്ന അന്വേഷണ സംഘം ഉറപ്പിച്ചത്. കശ്മീർ സ്വദേശികളായ 15 പേരിൽ 5 പേർ സംഭവ ദിവസം പഹൽഗാമിലുണ്ടായിരുന്നു. ഇതിൽ 3 പേരാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ NIAയും ജമ്മു കശ്മീർ പോലീസും ഉൾപ്പെടുന്ന സംഘം ചോദ്യം ചെയ്തു വരികയാണ്. എല്ലാവിധ സഹായവും ഇവർ ഭീകരർക്ക് നൽകിയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കിയതിനു പിന്നാലെ NIA അന്വേഷണം ഏറ്റെടുത്തു. ബൈസാരണിലെത്തിയ സംഘം സാക്ഷികളുടെ മൊഴിയെടുത്തു. കുതിരസവാരിക്കാർ, ബേൽപൂരി വിൽപ്പനക്കാർ എന്നിവരുടെ മൊഴി കേസിൽ നിർണായകമാണ്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും NIA പരിശോധിക്കും. അതിനിടെ 2 ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാസേന തകർത്തു. ജമീൽ അഹമ്മദ് ഷീറിന്റെ ബന്ദിപോറയിലെ വീടും ജെയ്ഷ്-ഇ-മുഹമ്മദ് ഭീകരൻ ആമിർ നസീർ വാനിയുടെ പുൽവാമയിലുള്ള വീടുമാണ് തകർത്തത്. ഇതോടെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി തകർത്ത വീടുകളുടെ എണ്ണം 10 ആയി. അതിനിടെ തുടർച്ചയായ 3-ാം ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. രാംപൂർ, നൌഗാം സെക്ടറിലായിരുന്നു പാക് പ്രകോപനം. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. പാകിസ്ഥാൻ യുദ്ധഭീഷണി മുഴക്കുന്നതിനിടെ കരുത്ത് കാട്ടി നാവികസേന അറബിക്കടലിൽ ശക്തി പ്രകടനം നടത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീർ സാധാരണഗതിയിലേക്ക് മടങ്ങുന്നത് തടയുകയാണ് ഭീകരരുടെ ലക്ഷ്യമെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ആണവായുധങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന പ്രകോപനപരമായ പ്രസ്താവനയുമായി പാക് മന്ത്രി ഹനീഫ് അബ്ബാസിയും രംഗത്തെത്തി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. പഹൽഗാം ആക്രമണത്തിനെതിരെ ഓരോ ഇന്ത്യക്കാരന്റെ ഉള്ളിലും രക്തം തിളച്ചുമറിയുകയാണ്. ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഏറ്റവും കഠിനമായ ശിക്ഷ നൽകും. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി നീതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. 140 करोड़ भारतीयों की एकजुटता हमारी सबसे बड़ी ताकत है. यही एकता आतंकवाद के खिलाफ हमारी निर्णायक लड़ाई का आधार है. हमें देश के सामने आई इस चुनौती का सामना करने के लिए अपने संकल्पों को मजबूत करना है. हमें एक राष्ट्र के रूप में ദൃഢ ഇച്ഛാശക്തി പ്രദർശൻ करना है. കശ്മീരിൽ സമാധാനവും വികസനവും തിരികെ എത്തുമ്പോൾ അതില്ലാതാക്കാനാണ് ഭീകരരുടെ ശ്രമം. പഹൽഗാം ആക്രമണത്തിൽ വലിയ ഗൂഢാലോചന നടന്നെന്നും മോദി പറഞ്ഞു. जम्मू कश्मीर के दुश्मनों को ये रास नहीं आया. आतंकी और आतंक के आका चाहते हैं कश्मीर फिर से तबाह हो जाए और इसलिए इतनी बड़ी साजिश को अंजाम दिया. ഇന്ത്യക്കെതിരെ പാക് നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവന തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നത് പാക് മന്ത്രി ഹനീഫ് അബ്ബാസിയാണ്. ആണവായുധങ്ങളുടെ കണക്ക് നിരത്തിയായിരുന്നു പാക് മന്ത്രിയുടെ ഭീഷണി. 130 ആണവായുധങ്ങളും ഖോറിയടക്കമുള്ള മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുള്ളതാണ്. പാകിസ്ഥാനുള്ള ജലവിതരണം നിർത്തിയാൽ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാകണമെന്നും ഹനീഫ് അബ്ബാസി പറഞ്ഞു. ये जो 130 एटॉमिक हमारे पास वेपन है वो हमने सिर्फ मॉडल बनाने के लिए नहीं रखे हुए. അതിനിടെ പാക് വിദേശകാര്യമന്ത്രി ചൈനീസ് അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തി. സൈനിക നടപടിക്ക് ഇന്ത്യ സജ്ജമെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.